അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ഫൈസി, ബഹുമാന്യനായ മുജത്തബ ഫൈസി, അമീർ ഹുസൈൻ ഉദവി ഉസ്താദ്, ജിസിൽ കമാലി, അൻവർ കമാലി ഉൾപ്പെടെ ഇവിടെ വിഷാദനം നടത്തുന്ന ബിനര ഉസ്താദുമാരെ, പ്രിയപ്പെട്ട നല്ലവരായ ഇസ്തിഖാമയുടെ ഭാരവാഹികൾ, അഭിനരായ താലിമീങ്ങളുടെ ഉസ്താദന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സാലിഹായ അമലെ സ്വീകരിക്കട്ടെ. നമ്മെ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, നമ്മോട് ബന്ധപ്പെട്ടവർ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മോട് സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ എല്ലാവരെയും അള്ളാഹു സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും അവരിൽ നിന്നും മരണപ്പെട്ടവർ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലും റാഹത്തിലും ആക്കി തീർക്കട്ടെ. ബിഹഖി നബിയ്യിനൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. ഇസ്തിഖാമ സംസ്ഥാന കമ്മിറ്റി റബീ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് റബീ സെമിനാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടേറെ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ലൊരു പഠനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അഭിനരായ എം ടി ദാരിം ഉസ്താദ് ഉൾപ്പെടെ, ഗഫൂർ ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ ഉസ്താദുമാരുടെയൊക്കെ ക്ലാസ്സുകൾ ഇൻഷാ അല്ലാഹ് അവിടെ നടക്കാനുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ എല്ലാം നമ്മൾ കേട്ട് ഇതൊക്കെ സമൂഹത്തിലേക്ക് നമ്മൾ എത്തിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുന്നവരുടെ തെറ്റിദ്ധാരണ തിരുത്തി കൊടുക്കുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ഖൈറും ബറക്കത്തും ചെയ്യുമാറാവട്ടെ. ബിഹഖി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആമുകൾ നീട്ടുന്നില്ല, പരിമിതമായ സമയമാണ് ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ളത്. 10 ആകുമ്പോഴേക്ക് എൻ്റെ വിഷയം തീരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മറ്റുള്ള ആമുകളൊക്കെ ഒഴിവാക്കി നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് നിലയിരിക്കുന്നത് അവർ കണ്ട നബിയും ഇവർ കണ്ട നബിയും. അവരാരായിരിക്കും? അവർ എന്ന് പറഞ്ഞാൽ സഹാബാ കിറാം റളിയല്ലാഹു തആല അൻഹും കുല്ലു വാഹിദിൻ മിൻഹും അജ്മഈൻ. ഇവർ കണ്ട നബി ഇവരാരായിരിക്കും? വഹാബികൾ. വഹാബികളെല്ലാം പെട്ടു. മുജഅ്ജമ തബ്ലീഗാദികൾ മൊത്തത്തിൽ പെട്ടു. ആരൊക്കെ വരാൻ പറ്റുമോ ആ വകുപ്പിൽ പെടുന്നവരൊക്കെ പെട്ടു. അപ്പൊ ഇവർ കണ്ടത് എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? അവരെങ്ങനെ കണ്ടു? മഹാനായ മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, അവിടുന്ന് ഒരു മനുഷ്യനാണെങ്കിലും കേവലം ഒരു മനുഷ്യനല്ല, ഒരു സാധാരണ മനുഷ്യനല്ല. മുഹമ്മദുൻ ബഷറുൻ ലക്കൽ ബഷർ യഖൂതു ഹജറുൻ ലക്കൽ ഹജർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യനാണോ ചോദിച്ചാൽ അതെ, മനുഷ്യനാണ്. പക്ഷെ ലക്കൽ ബഷർ, കേവലം ഒരു മനുഷ്യനല്ല. യാഖൂത്തു ഹജറുൻ ലക്കൽ ഹജർ. മാണിക്യം എന്ന് പറയുന്നത് ഒരു കല്ലാണ്. കല്ലുകൾ കുറെ കല്ലുണ്ട്, കരിങ്കല്ലുണ്ട്, പിന്നെ വെട്ടുകല്ലുണ്ട്, ചെങ്കല്ലുണ്ട്, പല കല്ലുണ്ട്. പക്ഷെ യാഖൂത്ത് എന്നുള്ളത് കേവലം ഒരു കല്ലല്ല. എന്നതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കല്ല, പടച്ചോറൊന്നുമല്ല, മനുഷ്യനാണ്. പക്ഷേ ലക്കൽ ബഷർ, സാധാരണ മനുഷ്യനല്ല. എന്നാൽ ഇന്ന് വിദേഹത്തുകാർ അവർ പ്രത്യക്ഷത്തിൽ പറയാൻ ചിലപ്പോഴൊക്കെ ധൈര്യം കാണിക്കുകയും, ഈ ധൈര്യം കാണിക്കുന്നില്ലെങ്കിലും അവരുടെ മനസ്സിലുള്ളത് മുഹമ്മദ് നബി ഒരു കേവലം ഒരു മനുഷ്യനാണ്. പിന്നെ തെളിവുകളെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ പറയും ആ മനുഷ്യനാണെങ്കിലും കുറൊക്കെ പ്രത്യേകതകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഉരുണ്ട് കളിക്കുന്ന രീതിയാണ് സ്വീകരിക്കാറുണ്ട്. ഇവരുടെ പല പുസ്തകങ്ങളും എഴുതി വെച്ചിട്ടുണ്ട് മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാണ്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല അവരുടെ എല്ലാ പ്രയോഗങ്ങൾ കണ്ടാലും കേട്ടാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളൊരു പോലൊരു മനുഷ്യനായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇപ്പൊ തവസ്സുൽ പറ്റില്ലാറിയും, ഇസ്തിഗാസ പറ്റില്ലാറിയും, തബറുക്ക് പറ്റില്ലാറിയും. കാരണം അതിലെന്താ പ്രത്യേകത? നബി നമ്മളൊക്കെ ഒരുപോലെ തന്നെയല്ലേ, പിന്നെ എന്തായാലും പ്രത്യേകത എന്ന് അവരെ ഈ വാദങ്ങൾക്ക് എത്താനുള്ള കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ കേവലം ഒരു മനുഷ്യനായി കണ്ടതുകൊണ്ട്. അവിടെയാണ് നമ്മൾ പറയുന്നത് സഹാബത്ത് എങ്ങനെയാണ് നബി തങ്ങളെ കണ്ടത്. സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, സഹാബത്ത് നബിയോട് പറഞ്ഞ വാക്കെന്നെ, ഇന്നാ ലസ്നാക അയ്ഹതിക യാ റസൂലല്ലാഹ്. നബി ഞങ്ങൾ ഒരിക്കലും അങ്ങയെ പോലെയല്ല,
ഞങ്ങളുടെ രൂപം ഒരിക്കലും തന്നെ അങ്ങയുടെ രൂപം പോലെയല്ല. ഞങ്ങൾ എത്രയോ വ്യത്യാസമുണ്ട്. അങ്ങയുടെ രൂപവുമായി, അങ്ങയുടെ കാര്യങ്ങളുമായി ഞങ്ങൾ എത്രയോ വ്യത്യാസമുണ്ട്. ഇന്നാ ലസ്നാക ഐഹത്തിക യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക മാ തഅഖർ. നബിയേ, അങ്ങയുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങളൊന്നും ഉണ്ടെങ്കിൽ ഇല്ല, പാപമൊന്നും ഉണ്ടാവില്ല, വരാനിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല അങ്ങയുടെ നിന്ന്. അങ്ങ് എല്ലാ അർത്ഥത്തിലും പരിശുദ്ധനാണ്. അങ്ങയുടെ ഒരു ഭാഗത്തേക്കും എത്താൻ ഞങ്ങൾക്കിടയില്ല. ഇന്നാ ലസ്നാ കൈഹത്തിക യാ റസൂലല്ലാഹ്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. ഇനി നോക്കൂ, നിങ്ങൾ ഉർവ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാൻ കഴിയും. ഉർവ റളിയല്ലാഹു അൻഹു പറയാണ്, മഹാനവറുകൾ സഹാബികളെ മനസ്സിലാക്കിയിട്ട് പറയാണ് എന്തായിരുന്നു സഹാബത്തിന്റെ രീതി. അദ്ദേഹം പറയുന്നത് കാണാൻ വിശാലമായ ഹദീസിൽ കാണാൻ കഴിയും. വല്ലാഹി ഇൻ റഅയ്തു മലിക്കൻ ഖത്തു യുഅല്ലിമുഹു അസ്ഹാബുഹു മാ യുഅല്ലിമു അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദൻ. ഞാൻ ഒരുപാട് രാജാക്കന്മാരുടെ അടുക്കൽ പോയിട്ടുണ്ട്, ഒരുപാട് വലിയ ഭരണാധികാരികൾ മുന്നിൽ പോയിട്ടുണ്ട്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നത് പോലെ, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദരിക്കുന്നത് പോലെ ഒരു അനുയായികളും രാജാക്കന്മാരെ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എല്ലാ ഭരണാധികാരികളെയും അവരുടെ അനുയായികൾ ബഹുമാനിക്കുന്നത് എങ്ങനെയാണോ അതിനെയും അപ്പുറമായിരുന്നു മഹാന്മാരായ സഹാബത്ത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് ആ ഒരു രീതിയിൽ. എന്നിട്ട് അദ്ദേഹം പറയാണ്, സഹാബത്തിന്റെ പ്രത്യേകത പറയാണ്, വല്ലാഹി മാ തനഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുഖാമ. നബി തങ്ങൾ തുപ്പുമ്പോഴേക്ക് ആ തുപ്പുനീര് ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. സഹാബത്തോട് കൈനീട്ട്. മോദി തുപ്പുമ്പോക്കിനാലും പോയിട്ട് കൈനീട്ടുവോ? ഇല്ലല്ലോ, ഭരണാധികാരികളൊന്നും തോന്നില്ല. കാരണം അതെന്ത്, മോദി എത്ര ഒരാൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മോദി വരും മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യനായിട്ടൊരു കാണുന്നത്. സഹാബത്തിന് അവർ കണ്ടത് അങ്ങനെയല്ല. അവർ കണ്ടത് സഹാബത്ത് ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുമ്പോഴേക്ക് സഹാബത്ത് പോയി കൈവച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ ആ കിട്ടിയാലോ ഇല്ലാ വഖഅത് ഫീ കഫി റജുലിൻ മിൻഹും. അവരെ കൂട്ടത്തിൽ നിന്ന് ആരുടെയെങ്കിലും കയ്യിലേക്ക് തുപ്പുനീരെത്തുകയാണ്. എങ്ങനെ? നബി തങ്ങൾ ഇങ്ങനെ ഓരോരുത്തർ നിരന്ന് നിൽക്കാൻ വേണ്ടി തുപ്പി കൊടുക്കില്ല. നബി തങ്ങൾ തുപ്പുന്നു എന്ന് പറയുമ്പോഴേക്ക് സഹാബത്ത് പോയി കൈ നീട്ടുകയാണ്. കൈ നീട്ടുന്നു, സഹാബത്ത് അതിലേക്ക് ആ കൈനിലേക്ക് കിട്ടിയ തുപ്പുനീര് ഹദീസിന്റെ രേഖകൾ കാണാൻ കഴിയും. ഉർവ റളിയല്ലാഹു അൻഹു നേരിട്ട് അനുഭവിച്ച കാര്യം പറയാണ്. ഫദലക ബിഹാ വജ്അഹു വജിൽദ. കിട്ടിയാൽ എന്താ ചെയ്യുന്നറിയോ? ഉണ്ടോ, രതിയിട്ട് മുഖത്തും ശരീരത്തിൽ ഇങ്ങനെ പുരട്ടുക. ഇവർക്കത് കഴിയും? ഇവർക്കത് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. ഇവർ പറഞ്ഞാൽ വഹാബികൾ, ഇവർക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഇവർക്കത് അലർജിയുള്ള കാര്യമാണ്. സഹാബത്തിനോ അലർജിയില്ല. കാരണം അവർ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേവലം ഒരു മനുഷ്യനായിട്ടല്ല, അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് സഹാബ കിറാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടു. നിങ്ങൾ എന്നിട്ട് വൈദാ അമറഹും, നബി തങ്ങൾ അവരോട് എന്തെങ്കിലും കൽപ്പിക്കുമ്പോഴേക്ക് അവർ ഉളരുകയാണ്. ആ കൽപ്പന ഏറ്റെടുക്കാൻ താല്പര്യപൂർവ്വം കഴിഞ്ഞില്ല. വൈദാ തവല്ലഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളൂ ചെയ്തു കഴിഞ്ഞാൽ കാദൂ യക്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങളുടെ വളൂന്റെ വെള്ളം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി കാദൂ യക്തതിലൂന. യക്തതിലൂന വാക്കിന് അർത്ഥം ശരിക്കും എന്താ? ശരിക്കും അവരിങ്ങനെ യുദ്ധം ചെയ്യുന്ന, കൊല ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന. എന്ത് കിട്ടാന്? ഈ ബദരീങ്ങളാണ്ടിനൊക്കെ നീർച്ച കണ്ടല്ലോ, ചോറിനുണ്ടി തിരക്കൂട്ടില്ലേ? ആരായി തിരക്കൂട്ടുന്നത്? അവന്റെ പേരിലേക്ക് ചിലപ്പോൾ ഒരു പോത്ത് നടക്കാനുള്ള കാശിട്ടാവും. എന്നാൽ 1 കിലോ ഇറച്ചിക്ക് വേണ്ടി 1 കിലോ ഇറച്ചി കിട്ടൂല, ഒരു അരക്കിലോ പോലും കിട്ടൂല. പക്ഷെ എന്താ? അത് നീർച്ചച്ചോറാണ്, അത് നീർച്ചന്റെ ഇറച്ചിയാണ്. സഹാബത്ത് അങ്ങനെ, അവർ അങ്ങനെയാണ് കണ്ടത്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മൗലൂദിന്റെ ചീർണിക്ക് നമ്മൾ താല്പര്യം കാണിക്കുന്നു, ഇവര് താല്പര്യം കാണിക്കുന്നില്ല. നമ്മുടെ താല്പര്യം കാണിക്കാനും അവർ താല്പര്യം കാണിച്ചു. അവർ സഹാബ കിറാം കാദൂ യക്തതിലൂന അലാ വളൂഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം wudu ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ആ വെള്ളത്തിന് തിരക്ക് കൂട്ടുകയാണ്. എന്നിട്ട് കിട്ടിയവരിങ്ങനെ തേക്കാണ് ശരീരത്തിലേക്ക്. കിട്ടാത്തവരോ കിട്ടിയവരെ കയ്യിൽ പോയിട്ട് ആ വെള്ളം തുടച്ചെടുത്തിട്ട് അവരും തേക്കുന്നു. അവരങ്ങനെയായിരുന്നു പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ കണ്ടത് അങ്ങനെയായിരുന്നു.
എന്നിങ്ങനെ പറയാ റസൂലുള്ളാഹിനോടുള്ള ബഹുമാനം, അവരുടെ രീതിയൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ സഹാബത്ത് നബിയെ കണ്ടത് കേവലം ഒരു മനുഷ്യനായിട്ടല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്, വഹ്സനു മിൻക ലം തറകത്തു ഐനി വജ്മലു മിൻക ലം തലിദിൻ നിസാഉ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഭംഗിയുള്ള ഒരാൾ കണ്ടിട്ടില്ല, അങ്ങനെ ഒരാളെ കാണാൻ കഴിയില്ല. ഇനി കേട്ടോളൂ, നബിയെ കുറിച്ച് പറയാൻ, നബിയോട് അങ്ങനെ പറയാം, നബിയെ അങ്ങയിൽ ഒരു ന്യൂനതയുമില്ല. സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയത്. ഉമർ മൗലവി എങ്ങനെ മനസ്സിലാക്കിയത്? ഇവരെങ്ങനെ കണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ? ഉമർ മൗലവി സൽസബിൽ എഴുതി വെച്ചത് അള്ളാഹുവിനോടുള്ള കടപ്പാട് വീട്ടുന്ന വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വീഴ്ച വരുത്തിയിട്ടുണ്ട്. ചെറിയ വീഴ്ചക്ക് നബി തങ്ങൾക്കും അല്ലറ ചില്ലറൊക്കെ വന്നിട്ടുണ്ട്. തബ്ലീഗ് ജമാഅത്ത് എന്താ എഴുതി വെച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് പ്രവാചകന്മാരെന്ന് അങ്ങനെയൊക്കെ ഉണ്ടാവാം. ജമാഅത്ത് ഇസ്ലാമി എന്താ എഴുതി വെച്ചത്? അവർ എഴുതിച്ചങ്ങനെ തന്നെ. ഇവർ മുഴുവൻ അങ്ങനെ പറഞ്ഞത് നബി തങ്ങളിൽ നിന്നൊക്കെ ന്യൂനതകൾ ഉണ്ടാവാം, മനുഷ്യനല്ലേ, ന്യൂനതകൾ സംഭവിക്കാം. ഈ അടുത്ത് CP ഉമർ സുല്ലമി പ്രസംഗിച്ചപ്പോൾ പോലും പറഞ്ഞത് എന്താ? ഏതൊരാളെ വാക്കും നമ്മൾ സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത് അത് പ്രവാചകനാണെങ്കിൽ പോലും പറഞ്ഞത് ന്യൂനതകൾ ഉണ്ടാവാം. എന്നാൽ അവർ കണ്ടത് എങ്ങനെയാണ്, അവർ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അവർ പറഞ്ഞത് എല്ലാ ന്യൂനതകളും തൊട്ടു ഒരു ന്യൂനതയും അങ്ങയിൽ നിന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട കവിയായ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, നബിയെ കുറിച്ച് ഇങ്ങനെ പാടുന്ന ആളായിരുന്നു. നബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നബി തങ്ങൾ പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ അയ്യിദ്ഹു ബിറൂഹിൽ ഖുദ്സ്. ഇടയ്ക്ക് നബി തങ്ങൾ തോളിൽ കിടക്കുന്ന തട്ടമെടുത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഹദിയ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ മൗലൂദിനൊക്കെ ഉസ്താദ്മാർ വന്ന് റസൂലുള്ളാഹി തങ്ങൾ മൗലൂദ് ഓതി കഴിഞ്ഞാൽ നമ്മളത് കണ്ടിട്ടാണ് നമ്മൾ വല്ല കൈമടക്ക് കൊടുക്കാറുണ്ടല്ലോ. സഹാബത്തും അങ്ങനെയായിരുന്നു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഹാബത്ത് പ്രയോഗിക്കുന്ന വാക്കെന്താ? നബിയേ അങ്ങ് ഖുലിഖ്ത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, എല്ലാ ന്യൂനതകളെ തൊട്ടും ഒരു ന്യൂനതയും അങ്ങിൽ നിന്നില്ല. എല്ലാ ന്യൂനതകളെ തൊട്ടും സംരക്ഷിക്കപ്പെട്ടവനായി ഒഴിവാക്കപ്പെട്ടവനായിട്ടാണ് അങ്ങയെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ന്യൂനതകളും രക്ഷപ്പെട്ടവരായിട്ടാണ് സഹാബാക്കിറ മനസ്സിലാക്കിയത്. അവരങ്ങനെയാണ് നബി തങ്ങളെ കണ്ടത്. പക്ഷെ ഇവർക്കുള്ള വിശ്വാസം അങ്ങനെയാണോ? അല്ലല്ലോ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഇനി നോക്കൂ നിങ്ങൾ, അവർക്കൊരു പ്രതിസന്ധി വന്നാൽ, ഒരു പ്രയാസം വന്നാൽ അവരാരടുക്കിലേക്ക് ചെല്ലാറുള്ളത്? അവരാരടുക്കിലേക്ക് ചെല്ലാറുള്ളത്? മുത്തുനബിന്റെ അടുക്കിലേക്ക്. ഇവരെന്താ പറയണത്? അമ്പിയാക്കളടുക്കിലേക്ക് പോകുന്നത്, തവസ്സുലാക്കുന്നത്, ഇസ്തിഗാസ നടത്തുന്നത്, അതൊക്കെ ശിർക്കാണ്. അത് പോകാൻ പാടില്ല. ഇവരങ്ങനെ നബിയെ കാണുന്നത്. അവർ കണ്ടത് അങ്ങനെയല്ല. ഒരു പ്രശ്നം വരുമ്പോഴേക്ക് ഖത്താദ് റളിയല്ലാഹു അൻഹു, ചരിത്രം എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലോ, ഖത്താദ് റളിയല്ലാഹുവിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ഖത്താദ് റളിയല്ലാഹു എന്താ പറഞ്ഞു നോക്കൂ നിങ്ങൾ? നഷ്ടപ്പെട്ടപ്പോ എന്റെ രണ്ട് കണ്ണുകളും കൊഴിഞ്ഞു വീണ സമയത്ത് ഖത്താദ് റളിയല്ലാഹു മനസ്സിലാക്കുന്നത് അവിടെ പോയാൽ പ്രശ്നം പരിഹരിക്കും. എവിടെ പോയാൽ മുത്തുനബിയുടെ അടുക്കിലേക്ക് പോയാൽ രണ്ട് കണ്ണുമായിട്ട് മുത്തുനബിയുടെ അടുക്കിലേക്ക് ചെല്ലുക, രണ്ട് കണ്ണും കയ്യിൽ വെച്ച് ചെല്ലുക, പുണ്യ നബിയുടെ അടുക്കൽ പോയിട്ട് സങ്കടം പറയാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫആദഹുമാ മക്കാനഹുമാ, ആ രണ്ട് കണ്ണും വെച്ചു കൊടുത്തു. അവിടെ തന്നെ കണ്ണ് ശരിയായി, ആ രണ്ട് കണ്ണ് ശരിയായി. എന്തേ ഖത്താദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഖത്താദ് റളിയല്ലാഹു അൻഹുവിനറിയാം, മുത്തുനബിന്റെ അടുക്കൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും, തന്റെ പ്രശ്നത്തിന് പരിഹാരം ലഭിക്കും. അത് പരിഹാരത്തിന്റെ മാർഗമാണ്. അവിടെ പോകുന്നത് പരിഹാര മാർഗമായിട്ടാണ് അവർ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. ധാരാളം കിതാബുകൾ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന സംഭവം കൂടിയാണ്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ലല്ലോ. സഹീൽ ബുഖാരിയിൽ കാണാം, ഒരു സഹാബി യുദ്ധത്തിന് പോയ സഹാബിയുടെ കാലിന്റെ എല്ല് പൊട്ടിയ സഹാബി എന്താ ചെയ്തത്? ആ സഹാബി എന്താ ചെയ്തത്? നേരെ ചെല്ല നബിയുടെ അടുക്കലേക്ക്, നബിയോട് വിട്ട് പറയുന്നത്, നബി എന്റെ കാലിൽ എല്ല് പൊട്ടി. ഇവരാണെന്ന് പറയാ, അങ്ങനത്തെ കാര്യമൊന്നും നബിയോട് പറയാൻ പറ്റൂല. കാലിന്റെ എല്ല് പൊട്ടി ഡോക്ടറെത്തല്ലേ പോകേണ്ടത്, അല്ലെങ്കിൽ വൈദ്യരത്തല്ലേ പോകേണ്ടത്? അള്ളാഹിന്റെ സുന്നത്ത് പോയിട്ട് എന്താ കാര്യം? അതൊക്കെ അസാധാരണ രീതിയിലുള്ള സംഭവങ്ങളല്ലേ. അസാധാരണ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സഹായം തേടേണ്ടത് അത് അള്ളാഹിനോട് മാത്രമായിരിക്കണം.
അസാധാരണ മാർഗത്തിലുള്ള സഹായം തേടിക്കഴിഞ്ഞാൽ അത് ഷിർക്കാണ്, കുഫറാണ് എന്നാണല്ലോ ഇവരവാദം. എന്നാൽ സഹാബത്ത് അങ്ങനെയാണോ നബി മനസ്സിലാക്കിയത്? ഈ സഹാബി നേരെ ചെല്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നപ്പോൾ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഉബ്സത്തി റിജ്ലക, കാലങ്ങ് നീട്ടിപ്പിടിക്കുകയാണ്. നീട്ടിപ്പിടിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ തടവ. സാധാരണ പൊട്ടിയ ഭാഗത്ത് തടയാൻ പാടില്ല എന്നാണ്. കാലിൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ വൈദ്യന്മാരൊക്കെ പറയും എല്ലിന് വേറെ കല്ല കംപ്ലൈന്റ് വന്നാൽ തടവ, പൊട്ടിയ തടവാൻ പാടില്ല. നബി തങ്ങൾ നേരെ എതിരാ ചെയ്തത്. അത് നബി തങ്ങളാണ് ചെയ്യുന്ന സഹാബത്തിനറിയാം. കാരണം അവർ നബിയെ അങ്ങനെയാണ് കണ്ടത്. ഇത് കേവലം ഒരു വൈദ്യരല്ല, ഒരു ഡോക്ടറല്ല, ഇത് അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അവിടുത്തെ തടവൽ ഇവരുടെ തടവൽ പോലെയല്ല. തടവിക്കൊടുത്തു, രോഗം മാറി. എന്താ പിന്നെ പറഞ്ഞത്? ഞാൻ സങ്കടം പറയാത്ത വിധം പൂർണ്ണമായി എന്റെ രോഗം മാറി. സാധാരണ ഡോക്ടർക്കൊക്കെ പോയി എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഉള്ളിലെന്ത് ചെയ്യും? കമ്പിയിടും, പുറത്തെന്ത് ചെയ്യും? മാവിടും, അല്ലേ? എന്നിട്ടോ ഒരു 6 മാസം കഴിഞ്ഞ് ഇതെടുക്കും, അപ്പോഴും കമ്പി ഉള്ളിൽ തന്നെ. പിന്നെ കുറെ കാലം കഴിഞ്ഞ് പിന്നെ കമ്പി എടുക്കണം. അപ്പോൾ ആ പാടവിടെ ഉണ്ടാവും, ഒരു അടയാളം ഉണ്ടാവും. സഹാബി പറയാ, ഞാൻ പോയി പറഞ്ഞ് നബിത്തങ്ങൾ തടവിയപ്പോ അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലാത്തത് പൂർണ്ണമായി മാറി. കണ്ട സഹാബത്ത് അങ്ങനെയാണ്. എല്ലാ കാര്യത്തിനും അവർ കണ്ടത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സഹാബി ജരീർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നു. നേരെ നബിയുടെ അടുക്കൽ ചെല്ലുക. വരവ് കണ്ടപ്പോൾ നബി ചോദിച്ചു, എന്താ ജരീറെ പെട്ടെന്ന് പോകുന്നത്? പറഞ്ഞു, നബിയെ ഇന്നില്ല അസ്ബത്തു അലൽ ഖൈർ, കുതിരപ്പുറത്ത് കയറുമ്പോഴേക്ക് വീഴാണ്, ഡ്രൈവിംഗ് ക്ലിയർ അല്ല. അതും അവരാരടുത്ത പോയി പറഞ്ഞത്. അവിടെ എല്ലാത്തിനും അവർക്ക് അങ്ങനെയാണ്. അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് അവർ കാണുന്നത് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയോട് പറയാ, നബിയെ വണ്ടി ഓടിക്കൽ ശരിയാണില്ല. നബി എന്താ ചെയ്ത്? ഫളറബൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദിഹി അലാ സദ്രി, കൈകൊണ്ടൊരു അറ്റടി എന്റെ നെഞ്ചിലേക്ക്. കയ്യണ്ടെടുത്തപ്പോ 5 വിരലും നെഞ്ചിൽ പതിഞ്ഞിരുന്ന അമ്മാരി അടിയ കിട്ടിയത്. നല്ല അടിയ. സഹിൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ. എന്നിട്ട് പറഞ്ഞു, ഇഞ്ഞ് ഓടിച്ചോ പറഞ്ഞു. സാധാരണ ഡ്രൈവിംഗ് തെറ്റുണ്ടെങ്കിൽ അടിയോടിയും കിട്ടി എന്തുണ്ടാകുക? അല്ല, സാധാരണ എന്താ ഉണ്ടാകുക? ഡ്രൈവിംഗ് ക്ലിയർ ഇല്ലാത്ത സമയത്ത് ടെസ്റ്റിന് പോയപ്പോ ആരുടെയും കൊണ്ണുരുട്ടിന്ന് മിരട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ വണ്ടി ഓടിച്ച് ശരിയാകുമോ? ഇതോ നോട്ടം മാത്രമല്ല, നല്ലൊരു കിട്ടലും കിട്ടി. എന്നിട്ടോ ഓടിച്ചോർന്നു. പിന്നെ പറയാ, പിന്നീട് ഞാൻ ഒരിക്കൽ പോലും പിന്നെ ഞാൻ വീണിട്ടില്ല. സഹാബത്തിന് അവിശ്വാസമാണ്, വീഴൂല. അവരങ്ങനെയാണ് നബിത്തങ്ങളെ കണ്ടത്. ഇത് ഇന്നത്തെ നാട്ടിലെ ഇക്കാലത്ത് വഹാബിയോട് പറഞ്ഞാലോ അവർ ഉൾക്കൊല്ലോ? ഉൾക്കൊള്ളു. എന്തുകൊണ്ട്? ഇവരങ്ങനെയാണ് നബിയെ കാണുന്നത്. അതാണ് അവർ കണ്ട നബിയല്ല ഇവർ കണ്ടിട്ടുള്ളത്. ഒരു സംഭവം എത്ര എണ്ണം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വലിയ മറവിയുടെ പ്രശ്നം അല്ലേ? ആരടുത്ത് പോയി പറഞ്ഞത്? ഒരു റിവായത്തിൽ അങ്ങനെ തന്നെ കാണാം. ശഖൗതു ഇലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയോട് ഒരു സങ്കടം പറഞ്ഞു. നിങ്ങൾ ഇവരോട് ചോദിച്ചു നോക്കൂ, അങ്ങനെ പറയാൻ പറ്റുമോ? അവരത് പറയാൻ പറ്റൂല. നബിയോട് ആവരാതി പറയാൻ പാടില്ല. ശിക്കായത്തൊക്കെ അല്ലാഹുവിനോടെ പറയാൻ പാടുള്ളൂ. മുത്തുനബിയോട് ആവരാതി പറയാൻ പാടില്ല എന്ന് ഇവർ പറയാം. സഹാബത്തുക്കൾ അങ്ങനെ കണ്ടത്. സഹാബത്ത് കണ്ടത് ശിക്കായത്ത് പറയാനും പോകേണ്ടത് എവിടേക്കാ? ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളിലേക്ക് ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹായിക്കുകയാണ്. എങ്ങനെ സഹായിച്ചത്? അബൂ ഹുറൈറ ആ തലപ്പാങ്ങ് വിരിച്ചു പിടിക്കും. അബൂ ഹുറൈറ തലപ്പ വിരിച്ചു പിടിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്തോ ഒരു സാധനം വെക്കുന്ന പോലെ കൈ കൊടുന്ന തലപ്പാവിലേക്ക് വെച്ചിട്ട് പറഞ്ഞു, ഫളമും ഇലാ സദ്രിക യാ അബൂ ഹുറൈറ. അബൂ ഹുറൈറ നെഞ്ചിലേക്ക് ചേർത്തി പിടിക്കുക. അബൂ ഹുറൈറ എന്ന് പറയാൻ നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചു. ഇതിപ്പോ എന്തിനാ? ചികിത്സ എന്തിനാ? എന്തിനാ ചികിത്സ? മറവിക്കുള്ള ചികിത്സയാണ്. ഇത് സാധാരണ രീതിയാണോ? എന്നാൽ പിന്നെ ദർസിലും കോളേജിലൊക്കെ കുറേ കുട്ടികളുണ്ടാവും, എത്ര ഓതി കൊടുത്താലും തിരിയാത്തവരെ. അവരുടെ ഉസ്താദ് പറയാ, തലപ്പ വിരിച്ചു പിടിക്കുക, ഉസ്താദ് കൊണ്ട് കൈ വെക്കുക, ഫളമും ഇലാ സദ്രിക, നെഞ്ചിലേക്ക് ചേർത്തി പിടിക്കാൻ പറയാ. അങ്ങനെ ഓരോ കുട്ടികളും പറയാം, ഫളമും ഇലാ സദ്രി, നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചു. ഫമാ നസീതു ഹദീസൻ ബഅദു, പിന്നെ ഒരു കിതാബ് ഞാൻ മറന്നിട്ടില്ല. പറയാൻ കഴിയുമോ? ഇല്ല. ഇത് അസാധാരണമാണ്, നമ്മൾ സാധാരണയാണ്. അപ്പൊ സഹാബത്ത് നബിയെ കണ്ടത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ മനുഷ്യനല്ല, അസാധാരണ മനുഷ്യനാണ്. അവിടെ പോയി പറഞ്ഞാൽ ഏത് പ്രതിസന്ധിക്കും പരിഹാരമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അങ്ങനെ ചെയ്തു. ഫമാ നസീതു ഹദീസൻ ബഅദു, പിന്നെ ഞാൻ ഒരു ഹദീസ് പോലും മറന്നിട്ടില്ല. ഒരു ഹദീസ് പോലും മറന്നിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവിയായിട്ട് ആര് മാറി? എന്താ കാരണം?
എന്തേ കാരണം? കുറെ ഇരുന്നിട്ട് ഇങ്ങനെ ഹദീസ് ചെല്ലിപ്പിടിച്ച് കാണാൻ പഠിച്ചൊന്നുമല്ല. പിന്നെന്താ കാരണം? ഈ ഒരൊറ്റ സംഭവം. ഇനി വിശപ്പ് വന്ന അബൂ ഹുറൈറ എന്താ ചെയ്തത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ദലായിലുൽ നുബുവയിൽ കാണാം, മുഅ്ജിസാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബിൽ കാണാം, ധാരാളം കിതാബിൽ സംഭവപ്പെടുത്തിയിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബിയുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ വിശപ്പുണ്ട്, എപ്പോഴും വിശപ്പാ, അതിന് താൽക്കാലിക പരിഹാരം വേണം, സ്ഥിരമായിട്ട്. അപ്പം എന്തിനു തന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഒരു കൊട്ടയിൽ, ഒരു സഞ്ചിയിൽ, ഒരു കവറിൽ കുറച്ച് ഈത്തപ്പെട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ അത് നിനക്ക് ആവശ്യം വരും, അത് കൊട്ടരുത്, ആവശ്യം വരുമ്പോൾ കയ്യതിലേക്ക് എടുക്കുക, കഴിച്ചു. അബൂ ഹുറൈറ പറയാം, എൻ്റെ ഇപ്പം എത്ര ആൾക്കാരുണ്ടെങ്കിലും ഞങ്ങൾ ഇങ്ങനെ എടുക്കും, കഴിക്കും, സാധനം തീരൂല. അവർക്കത് വിശ്വാസമാണ്. കാരണം അവർ കണ്ട നബി ഇവർ കണ്ട നബിയല്ല. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ ദിവസം, ഷഹീദായ ദിവസത്തിലാണ് ഈ കൊട്ട നഷ്ടപ്പെട്ടു പോയത്. അന്ന് ഉസ്മാൻ റളിയല്ലാഹു വഫാത്തായ ദിവസം, ഷഹീദായ ദിവസം, അബൂ ഹുറൈറ പാടിയ പാട്ടുണ്ട്, ലിന്നാസി ഹമ്മുല്ലി ഫിൽ യൗമി ഹമ്മാനി അമ്മുൽ ജറാദി വഹമ്മു ശൈഖ് ഉസ്മാനി. ഇന്ന് എല്ലാവർക്കും ഒരു ദുഃഖമേ ഉള്ളൂ. ഏതാ ദുഃഖം? ഉസ്മാൻ റളിയല്ലാഹു ഷഹീദായ ദുഃഖമാണ് എല്ലാവർക്കും ഉള്ളത്. എൻ്റെ ദുഃഖതല്ല, ആ ഒരു ദുഃഖമുണ്ട്. എനിക്കിന്ന് 2 ഹമ്മുകളാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ എൻ്റെ അരയിൽ കെട്ടിവെക്കല. ഈ കൊട്ടങ്ങനെ അരയിൽ, ഈ സഞ്ചി ഇങ്ങനെ അരയിൽ കെട്ടി വെച്ചിങ്ങനെ നടക്കുക ചെയ്യുക. ആ കവർ എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയത് ഉസ്മാൻ റളിയല്ലാഹു ഷഹീദായ ദിവസം, ജനങ്ങളൊക്കെ നെട്ടോട്ടമോടി പ്രശ്നങ്ങളുണ്ടായ ദിവസമാണ് എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. കണ്ടോ, അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് കേവലം ഒരു മനുഷ്യനായിട്ടല്ല, ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടായിരുന്നു സഹാബ കിറാം മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത്. ഒരു സംഭവങ്ങളല്ല, എത്ര സംഭവങ്ങൾ. സഹാബത്തിന്റെ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1 അല്ല 2 അല്ല, ധാരാളം സംഭവങ്ങൾ നമുക്ക് താരിഖിന്റെ കിതാബുകൾ കാണാൻ കഴിയും. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നോക്കുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈലൂലത്തിന്റെ ഉറക്കം ഉറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വന്നപ്പോൾ നബി തങ്ങൾ നല്ല ഉറക്കത്തിലാണ്. അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ എന്താ ചെയ്തത്? ഉറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നട്ടുച്ച നേരമാണല്ലോ, കൈലൂലത്തിന്റെ സമയമാണല്ലോ. കൈലൂലത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ ഇപ്പാരും കൈലൂലത്തിൽ ഉറക്കം ഉറങ്ങിട്ടോ പോലും കിട്ടൂല. ചിലരൊക്കെ ഈ സമയത്തൊക്കെ കൈലൂലത്തിന് ഉറക്കൊക്കെ ഉണ്ടാവും. കൈലൂലത്തിന്റെ ഉറക്കം എന്നുള്ളത് എപ്പോഴതിന്റെ സമയം? ദുഹറിന് മുമ്പാണല്ലേ, ഇപ്പൊ ഇതിനായിട്ടില്ല സമയം. ദുഹറിന് മുമ്പ് ഉറപ്പൊക്കെ മുമ്പല്ല, തൊട്ട് മുമ്പുള്ള. അപ്പോ അല്ലാഹു റസൂൽ ഇങ്ങനെ ഉച്ച സമയം നല്ല വേർക്കുന്നുണ്ട്. അപ്പൊ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ സഹാബികളുണ്ടോ, അവർ കണ്ടതെന്താ? ഇത് ഉപയോഗപ്പെടുത്തണം. വേഗം പോയി കത്തിയും കുപ്പിയുമായി വന്നു. ആ കത്തി കൊണ്ട് കുപ്പിയിലേക്ക് വേർപ്പ് ഇങ്ങനെ ശേഖരിക്കുക. അപ്പൊ അല്ലാഹു റസൂൽ ഞെട്ടിയുണർന്ന് ചോദിച്ചു, മഹാദല്ലദീ തസ്നഈന യാ മുസ്ലിം, എന്താ മുസ്ലിം പരിപാടി, കത്തിയും കുപ്പിയൊക്കെ പിടിച്ച് നിൽക്കണ്ടല്ലോ. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മറുപടി, അതാ അറഖുക യാ റസൂൽ, നബി അങ്ങയുടെ വേർപ്പാണ്. എന്തിനാ പതെന്തിനാ? അവർ കാണുന്നു. അവർ പറഞ്ഞു 2 മറുപടി പറഞ്ഞത്. ഒന്ന്, നബിയെ അത്യബുദ്ധീബാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപ്പ് എന്താണ്? അത്യബുദ്ധീബ് എന്ന് പറഞ്ഞാൽ സുഗന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുഗന്ധമാണ് യാ റസൂലുള്ളാഹ് അങ്ങയുടെ വേർപ്പ്. സുഗന്ധങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സുഗന്ധം. 2, നർജു ബറകതഹു ലിസ്ബിയാനിന, ഞങ്ങളെ കുട്ടികൾക്ക് ഇത് ബറക്കത്ത് ഇങ്ങനെ തൊട്ടുകൊടുക്കാം. എന്ത് വിയർപ്പ്. ഇവരത് ഉൾക്കൊള്ളു, ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും, ഇവർക്ക് ചിന്തിക്കാൻ കഴിയും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിയർപ്പ് കൊണ്ട് സഹാബ കിറാം ബർക്കത്തെടുക്കുകയാണ്. കണ്ടല്ലേ? ഇനിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുകേശം പരിശുദ്ധമായ തിരുമുടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പരിശുദ്ധമായ ഇഹ്റാമിന് ശേഷം തഹല്ലുലാകുമ്പോൾ സഹാബത്ത് തിരക്ക് വിട്ടാണ്. എന്തിനു വേണ്ടിയിട്ട്? പരിശുദ്ധമായ ഈ തിരുമുടി കിട്ടാൻ വേണ്ടി. അപ്പൊ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ വിളിച്ചിട്ട്, അബൂ തൽഹ ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്കുള്ള ഓരിച്ചു കൊടുക്കുക. നബിദിനത്തിന് നേർച്ച ചോറക്കുന്ന ഓരി വെക്കും പോലെ ഓരോരുത്തരും കൊണ്ട് ഓരോരുത്തരും കൊടുക്കുക. ഇതൊക്കെ ഇവർക്ക് കേട്ട എന്തൊരു അവസ്ഥ? ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? സഹാബത്തിന് ഉൾക്കൊള്ളാൻ കഴിയോ? കിട്ടിയവരോ പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. കാരണം ഒന്നൊക്കെയല്ലേ കിട്ടിയിട്ടുണ്ടാവുക. അല്ല യഥേഷ്ടം ഉണ്ടെന്ന് തോന്നുന്നു വേണ്ട.
യഥേഷ്ടം അതിങ്ങനെ വളരും, പിന്നെ ഇത് നീളം കൂടുന്നു വെച്ചിരിക്കണ്ട, അങ്ങനെ എന്തില്ല. ഇത് കിട്ടിയൊരു വലിയ പുണ്യമായിട്ട് പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. ഖാലിദ് റളിയല്ലാഹു അൻഹു തന്റെ തൊപ്പിയിൽ തുന്നി വെച്ചു. തൊപ്പിയിൽ എന്തിനാ തുന്നി വെച്ച്? കാരണം പറഞ്ഞെന്താ? എനിക്കൊന്ന് വിജയം കിട്ടും. അങ്ങനെ യുദ്ധം നടക്കുമ്പോ ആ യുദ്ധത്തിന്റെ നായകൻ ഖാലിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഖാലിദ് റളിയല്ലാഹു ഞെട്ടോട്ടം ഓടുകയാണ്. ഞെട്ടോട്ടം ഓടുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഈ ഓട്ടം? യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ട താങ്കൾ എന്താ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? പറഞ്ഞിട്ട് തൊപ്പി കാണാനില്ല. അപ്പൊ ആൾക്ക് ചൂടാഹാരിക്കോ, ഈ ജാതി യുദ്ധം നടക്കുമ്പോൾ ഒരു തൊപ്പിയും തന്നെ നടക്കാം? പറഞ്ഞ കേവല തൊപ്പിയല്ല, അതിൽ മുത്തുനബിയുടെ പരിശുദ്ധമായ തിരുകേശമുണ്ട്. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ ഈ തൊപ്പി ധരിച്ച് ഏതൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ആ യുദ്ധത്തിലേക്ക് എനിക്ക് വിജയം ഉറപ്പായിരുന്നു. വിജയത്തിന്റെ നിധാനമേതാ? വിജയത്തിന്റെ നിധാനമേതാ? ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശമാണ്. അവരങ്ങനെയാണ് മുത്തുനബിയെ കണ്ടത്. അവരങ്ങനെയാണ് കണ്ടത്. അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമായി കൊണ്ടവർ കണ്ടത് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എത്ര സംഭവങ്ങൾ, ഒന്നും രണ്ടൊന്നുമല്ല, നമ്മൾ പറഞ്ഞാൽ തീരില്ല. കിതാബുൽ മഗാസിക്ക് ബുഖാരിയിൽ എടുത്ത് നോക്കിയാൽ ഒട്ടേറെ സംഭവങ്ങൾ കാണാൻ കഴിയും. ഈ മുടി സൂക്ഷിച്ചു വെക്കുന്നു, അതുകൊണ്ട് ബർക്കത്തെടുക്കുന്നു. ഉസ്മാൻ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയാണ്, അർസൽനി അഹ്ലി ഇലാ ഉമ്മി സലമ റളിയല്ലാഹു അൻഹ. ഒരിക്കൽ ഉമ്മു സലമ റളിയല്ലാഹു അടുക്കലേക്ക് എന്റെ കുടുംബം എന്നെ പറഞ്ഞയച്ചു. ഞാൻ അവിടെ ചെന്നപ്പോ മഹദിറുള്ള ഒരു പാത്രം എന്നിലേക്ക് കൊണ്ടുവന്നു. അതിൽ ഫീഹി സലാസു ശഅറാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ 3 തിരുകേശങ്ങളുണ്ട്. എന്നിട്ട് ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മഹദിന്ന് കുലുക്കി. എന്നിട്ട് ആ വെള്ളം കുടിക്കാൻ തന്നു. ഞാൻ കുടിച്ചു. വക്കാന ഇദസ്തഖാ അഹദുൻ, അന്ന് ആർക്കെങ്കിലും വല്ല രോഗവുമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കണ്ണിന് അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ നേരെന്താ ചെയ്യുക? ഈ മഹദിന്റെ അടുക്കലേക്ക് ചെല്ലും, ഈ പാത്രം കൊണ്ടുവരും, അതിൽ വെള്ളം ഒഴിക്കും, പിന്നെ വെള്ളം കുടിക്കും, അല്ലെങ്കിൽ വെള്ളം കണ്ട് തേക്കും. ഏതാണ് ആ പാത്രത്തിലെന്താ? ആ പാത്രത്തിലെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ തിരുകേശം. സഹാബത്ത് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അവരങ്ങനെയാണ് അത് കണ്ടത്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം കൊണ്ട് ബർക്കത്തെടുക്കാം. ഇങ്ങനെ നബിയുടെ എല്ലാം അസാധാരണമായിട്ട് അവർ കണ്ടത്. എന്തിനേറെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ദം പോലും അവർ അസാധാരണമായിട്ട് കണ്ടത്. ശബ്ദം അസാധാരണ ശബ്ദമായിട്ടാണ് കണ്ടത്. കേവലം ഒരു സാധാരണ ശബ്ദമായിട്ടില്ല കണ്ടത്, അസാധാരണ ശബ്ദം. അന്ന് മൈക്കൊന്നുമില്ല, പക്ഷേ എവിടുന്നും കേൾക്കാൻ നബിയുടെ ശബ്ദം കൊണ്ട് കഴിയുന്ന അവർ മനസ്സിലാക്കിയത്. നോക്കൂ നിങ്ങൾ, ബറാറുല്ലാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തന്നെ ഞങ്ങളോട് ഖുത്ബ ഓതാറുണ്ട്. ഓതിക്കഴിഞ്ഞാൽ ആ ഖുത്ബ വീട്ടിൽ കിടക്കുന്ന ഞങ്ങളുടെ സഹോദരിമാരെ കേൾക്കാറുണ്ട്. വീടിന്റെ ഉള്ളിലേക്ക് വരെ ആ ശബ്ദം കേൾക്കാറുണ്ട്. ഒരു ദിവസം ആയിഷ റളിയല്ലാഹു അൻഹ പറയാ, ജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ജുമുഅ അലൽ മിൻബർ. ഒരിക്കൽ നബി തങ്ങൾ പള്ളിയിൽ മിമ്പർമ കയറിയിട്ട് സഹാബത്തിനോട് പറഞ്ഞു, ഇജ്ലിസു, എല്ലാവരും ഇരിക്കുന്നു പറഞ്ഞു. അപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു വീട്ടിലായിരുന്നു, കുറേ ദൂരെയാണ് വീടുള്ളത്. മഹാനുള്ള അവിടെ ഇരുന്നു. ഫസമിഅഹു അബ്ദുല്ലാഹി ഇബ്നു റവാഹ, വീട്ടിലുള്ള അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അവിടെ ഇരിക്കുകയാണ്. ഫജലസ ഫീ മക്കാനിഹി. അപ്പോൾ ആളുകൾ ചോദിച്ചു, എന്തിനാ ഇരുന്നത് ചോദിച്ചു. നബി തങ്ങൾ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് അവിടുത്തെ ബഹുമാനം കൊണ്ട് ഞാൻ അവിടെ ഇരുന്നതാണ്, കാരണം വീട്ടിലേക്ക് അത് കേൾക്കാം. അവരങ്ങനെ മനസ്സിലാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിനെ അവർ കണ്ടത് ആ രീതിയിലായിരുന്നു. എല്ലാ അർത്ഥത്തിലും ഒരു അസാധാരണ വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ടാണ് ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ല, വഫാത്തായി കഴിഞ്ഞാൽ തന്നെ. വഫാത്തിന്റെ ശേഷവും അവർ നബി എങ്ങനെ കണ്ടത്? അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടല്ലേ കണ്ടത്? മദീനത്ത് മഴയില്ല, വെള്ളമില്ല, ആളുകൾ വല്ലാതെ പ്രയാസപ്പെട്ടു. അപ്പോഴല്ലേ സയ്യിദുന ബിലാൽ ഇബ്നുൽ ഹാരിസുൽ മുസ്നി റളിയല്ലാഹു അൻഹു അഹദു സ്വഹാബ മഹാനവറുകൾ ചെല്ലുന്ന റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പോയിട്ട് നബിയോട് പറഞ്ഞു, തസ്കിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ് ഫഇന്നഹും ഖദ് ഹലകു. നബിയെ, മഴയില്ല, വെള്ളമില്ല, വല്ലാത്ത പ്രയാസത്തിലാണ്, അങ്ങ് മഴയത്താണ്. അവരാരെ കണ്ടത്? ഖബറിൽ കിടക്കുന്ന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അവർ മനസ്സിലാക്കി എന്താ? അല്ലാഹുവിന്റെ റസൂൽ സഹായിച്ചല്ലോ, നബി തങ്ങളോട് സഹായിച്ചല്ലോ, മഴ കിട്ടിയല്ലോ. ആ സംഭവമൊക്കെ നിങ്ങൾക്ക് അറിയുന്ന, ഞാൻ അതിലേക്ക് നീട്ടുന്നില്ല. വഫാത്തായി പോയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചെല്ലുന്നു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി.
ഈ നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലിനൊരു അസുഖമുണ്ട്. എന്താ അസുഖം? ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ വലിഞ്ഞിരിക്കും, ഭയങ്കര അസഹ്യമായി വേനുണ്ടാവും. അപ്പോൾ ഒരാൾ എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഒതുക്കുറ ഹബ്ബൻ നാസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചു, ആരെ ചോർത്താൽ മതിയാണ്. ഉടൻ തന്നെ അബ്ദുല്ലാഹിബ്നു ഉമർ ചെയ്തെന്താ, അവിടെ തന്നെ വിളിച്ചു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി ഒറ്റ വിളിയാ, വിളിക്കേണ്ട താമസം ആ വേദന ഇറങ്ങിപ്പോയി. അവരങ്ങനെയാണ് നബിത്തങ്ങളെ കണ്ടത്. ഇന്നൊരു വഹാബിനെ വിളിച്ചാൽ വിളിക്കാൻ പറഞ്ഞു, അത് ശിർക്കാണ്. റസൂലുള്ളാഹിനൊക്കെ എനിക്കറിയാം, ഉംറക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ കൂട്ടത്തിലൊക്കെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ ചിലപ്പോൾ ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ടാവും. പലരും മദീനത്തേക്ക് വരാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. ഇനി വന്നാൽ തന്നെ ഒരു നിസ്കരിക്കാൻ വേണ്ടി പള്ളി പോകാം. എന്തിനാ അവിടെ കബറിലേക്ക് പോകുന്നത്? അങ്ങനെ ചോദിക്കുക, എന്തിനാ അവിടെ പോണത്? സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയത്? സഹാബത്ത് അങ്ങനെയല്ലേ മനസ്സിലാക്കിയത്? ജമാഅത്ത് ഇസ്ലാമിക്കാർ അവരെ പ്രബോധനത്തിന് വെച്ചെന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറവ് ചെയ്യാനുള്ള കാരണം പറഞ്ഞത്, പുറത്തു വെച്ചാൽ അത് ജീർണിച്ച് ദുർഗന്ധം അടിച്ചു വീശും, അത് പരിസരത്തുള്ളവർക്ക് പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ടാണത്രേ അല്ലാഹു റസൂലിനെ മറവ് ചെയ്ത് ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനം എഴുതി വെച്ച. അതിൻ്റെ അവരങ്ങനെ നബിയെ കണ്ടത്. തബ്ലീഗ് ജമാഅത്ത് എന്താ എഴുതി വെച്ചത്? ദൗബന്ദി പണ്ഡിതന്മാർ നവോത്ഥാന ശില്പികൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചു. അതിലുണ്ട്, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കേൾക്കുമെന്ന വിശ്വാസത്തോടുകൂടെ യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് കുഫറാണ്. നബി തങ്ങൾ ഇൽമുൽ ഗൈബ് അറിയുന്ന നിലക്ക് വിളിച്ചാൽ, എന്ത് വിളിച്ചാലേ, യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചാൽ അത് കുഫറാണ്. ഞാൻ വിശ്വാസം ഇല്ലെങ്കിലോ കുഫറല്ലെങ്കിലും കുഫറിനോട് സാദൃശ്യമുണ്ട്. ഇവർ തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകം അവരെഴുതി വെക്കുകയാണ്. സഹാബത്ത് അങ്ങനെ മനസ്സിലാക്കിയില്ലല്ലോ. സഹാബത്ത് കബറിൽ പോയിട്ട് വിളിക്കില്ലേ, യാ റസൂലല്ലാഹ് ഇസ്തസ്ഖിലി ഉമ്മത്തിക യാ റസൂലല്ലാഹ്. സഹാബത്ത് വിളിക്കുക. അവർ നബി അങ്ങനെയാണ് കണ്ടത്, ഇവർ നേരെ തിരിച്ചാണ് കണ്ടത്. എത്ര എണ്ണം പറയാൻ കഴിയും? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടു തടങ്കൽ കിടക്കുന്ന സമയം ശത്രുക്കൾ വെള്ളം കൊടുത്തില്ല. ഭാര്യ ന്യായ വെള്ളത്തിന് പോയി, വെള്ളം കിട്ടിയില്ല. കുറെ വൈകിയാണ് വെള്ളം കിട്ടുന്നത്. ആ വെള്ളവുമായി വന്ന സമയത്ത് ഉസ്മാൻ റളിയല്ലാഹു വെള്ളം കൊടുക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു പറയാണ്, എനിക്കിനി വെള്ളം വേണ്ട, എനിക്കിനി വെള്ളം വേണ്ട. അത് ചോദിച്ചു, എന്താണ്? ഞാൻ ഇന്നും നോമ്പുകാരനാണ്. ഭാര്യ ചോദിച്ചു, ഇന്നലെ നോമ്പ് തുറന്നിട്ടില്ലല്ലോ, നിങ്ങൾക്ക് ഒരാളും വെള്ളം തരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇന്നലെ നോമ്പ് തുറന്നത്? എങ്ങനെയാണ്? എന്താ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ മറുപടി? ഇന്നലെ ബാങ്ക് കൊടുക്കേണ്ട സമയമായപ്പോൾ സമീഅത്ത് സൗത്തൻ, ഞാനൊരു ശബ്ദം കേട്ടു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്ന ശബ്ദത്തിന്റെ ഉടമ. ഞാൻ നോക്കുമ്പോൾ മുത്തുനബിയെ ഞാൻ കാണുന്നത്, മുത്തുനബിന്റെ കയ്യിൽ വെള്ളവുമുണ്ട്. വെള്ളപാത്രവുമായി കൊണ്ട് അല്ലാഹു റസൂൽ വരുന്നത്. ആരാ വിശ്വസിക്കുന്നത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അവരങ്ങനെ നബി വിശ്വസിക്കുകയാണ്. പ്രതിസന്ധി ഘട്ടത്തിൽ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഖബറിന്ന് വരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനോട് പറയുന്നു, ഉസ്മാൻ, ഉസ്മാനെ കുടിക്കൂ ഉസ്മാൻ, വേണ്ടവോളം കുടിക്കൂ ഉസ്മാൻ. വേണ്ടവോളം കുടിക്കാനാ പറഞ്ഞത്. വേണ്ടവോളം ഞാൻ കുടിച്ചു. പിന്നെയും പറഞ്ഞു, കുടിക്കൂ ഉസ്മാൻ. എന്നിട്ട് ചോദിച്ച അവസാനം എന്നോട്, ഉസ്മാനെ, നാളെ നിനക്ക് വേണമെങ്കിൽ ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദ്ധത്തിൽ വിജയം കൈവരിക്കാം, അതല്ലെങ്കിൽ നാളെ ഷഹീദാവാം, എന്താണോ വേണ്ടത് തിരഞ്ഞെടുക്കാം. ഞാൻ ആഗ്രഹിച്ചു നാളെ ഷഹീദായി മുത്തുനബിയുടെ അടുക്കിലേക്ക് പോകാൻ. താരിഖിന്റെ കിതാബൊക്കെ രേഖപ്പെടുത്തുന്നതിന് പുറമെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശബാബ് മാസികയിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വിവാദമായി അന്ന് നമ്മൾ പ്രസംഗിച്ചപ്പോ അവർ മറുപടി എന്താ അറിയോ? അതിൽ ഇസ്തിഹാസക്ക് തെളിവൊന്നുമില്ല, അത് നമ്മൾ തീരുമാനിച്ചോളാം. തെളിവുണ്ടോ ഇല്ല നമ്മൾ തീരുമാനിച്ചോളാം, സംഭവം ഉണ്ടോ ഇല്ലെന്ന് നോക്കിയിട്ട് അല്ലെ, തെളിവുണ്ടോ ഇല്ലെന്ന് അവർ നോക്കണ്ട കേട്ടോ. ഉണ്ട്, സംഭവം ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ഇവരങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. പക്ഷെ സഹാബത്ത് അങ്ങനെയല്ല കണ്ടത്, വേറെ രൂപത്തിലാണ്. എന്നിട്ട് തന്നെ പറഞ്ഞ സമയമായി പത്രേ, ഒരുപാട് സംഭവങ്ങൾ വിഷയമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. നമ്മൾ അവർ കണ്ടെടുത്ത് നിൽക്കുക. ആമിനു കമാ ആമനന്നാസ്. സഹാബത്ത് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയുന്നു. പക്ഷേ അക്കാലത്ത് മുനാഫിക്കുകൾ പറഞ്ഞത് എങ്ങനെയാ? ഞങ്ങളെന്താ അനുഅ്മിനു കമാ ആമന സഫഹ. ഇവരന്തംഗമികൾ, പൊട്ടന്മാർ, പോയത്തക്കാർ, ലോകം തിരിയാത്തവർ, യാഥാസ്ഥികന്മാർ, പാഞ്ചന്മാർ.
ഇവർ വിശ്വസിക്കും പോലെ ഞങ്ങൾ വിശ്വസിക്കുക എന്നാണ് ആര് ചോദിച്ചത്? അക്കാലത്തുള്ളത് ചോദിച്ചത്. അപ്പൊ അള്ളാഹുവിന്റെ മറുപടി അലാ ഇന്നഹും സഹാബത്തിനെ കുറിച്ച് ലോകം തിരിയാത്തവർ എന്ന് പറയുന്നവർ അവരാണ് ലോകം തിരിയാത്തവർ, അവരാണ് വിഡ്ഢികൾ, അവരാണ് യാഥാസ്ഥിതികൾ. അപ്പൊ നമ്മൾ സഹാബത്ത് വിശ്വസിച്ച് നിൽക്കുക. അവർ കണ്ട നബിയായിരിക്കണം നമ്മൾ കാണേണ്ടത്, ഇവർ കണ്ട നബിയെ നമ്മൾ കാണരുത്. അത് കണ്ടാൽ ആ നബിയോട് നമുക്ക് ബഹുമാനം ഉണ്ടാവില്ല, നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല, അവിടുത്തെ അടുക്കള താല്പര്യം ഉണ്ടാവില്ല. നമ്മൾ അടുക്കുക. നബിയെ കാണാൻ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾക്കൊള്ളുന്നവരായി മുത്തുനബിയുമായി കൊണ്ട് മഹബ്ബത്തുള്ളവരായി നമ്മൾ മാറുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഞങ്ങളെ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ സദസ്സ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർ അവർക്ക് എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു ഇതിന്റെ വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവർ അവർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും നീ ചൊരിയണേ റഹ്മാനെ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ബിഹഖി നബീന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നിർത്താണ്. കുറേ വിഷയങ്ങൾ പറയാനുണ്ടെങ്കിലും എല്ലാവരും ഒരുപാട് വിഷയങ്ങളോട് നടക്കാനുള്ളതല്ലേ, അതുകൊണ്ട് നിർത്തുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.